രേണുക ഉണ്ണിക്കണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണോ? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കാൻ മടി പിടിച്ചിട്ടിരിക്കുക. ഇപ്പോൾ ഭയങ്കര മടിയാണ് കേട്ടോ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാനിന്നൊരു ഫേഷ്യലിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മുഖമൊക്കെ വല്ലാണ്ട് ഇങ്ങനെ ഡള്ളായിട്ട് ഇങ്ങനെ വല്ലാണ്ടായിട്ടിരിക്കുക. എന്ത് കണ്ടപ്പോൾ ഞാൻ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടിയിട്ടൊന്ന് കാണിച്ചു തരാമെന്നേ. മുഖമൊക്കെ ഇപ്പം നമുക്ക് ചൂടല്ല, അപ്പോൾ ഈ ചൂടിന് നമുക്ക് വല്ലാതെ ഇവിടെയൊക്കെ ഇങ്ങനെ ഡാർക്ക്നെസ്സൊക്കെ വന്നിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെ ഈ ചൂട് കാലത്ത് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഫേഷ്യലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോണേക്കാൾ മുന്നേ ഇതുവരെ എനിക്ക് ലൈക്ക് ചെയ്ത് തന്ന കൂട്ടുകാർക്കും കമൻറ്റ് ചെയ്ത് തന്ന കൂട്ടുകാർക്കും പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാർക്കും എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ ലൈക്ക് ചെയ്യാണ്ട് കാണുന്ന കൂട്ടുകാരും കമൻറ്റ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ ഇനി അഥവാ ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. എന്നാലാണ് നിങ്ങൾ എൻ്റെ വീഡിയോ ആത്മാർത്ഥതയോട് കൂടിയിട്ട് കാണുന്നുണ്ടെന്ന് വിചാരിക്കുള്ളൂ. എല്ലാവർക്കും ഉപകാരപ്പെട്ട വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നല്ലൊരു ടൊമാറ്റോ ഫേഷ്യൽ, നല്ല ഒരു സുന്ദരി ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പഴുത്ത സുന്ദരീനെ നമുക്കിന്നൊരു കാച്ചിയാലോ എന്ന്. അപ്പോൾ നമുക്ക് ഈ പഴുത്ത സുന്ദരീനെ ഒന്ന് മുറിച്ചാലോ? അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആകെ 2 സാധനം വേണ്ടു. വീട്ടിലുള്ള 2 സാധനം വെച്ചിട്ടാണ് ഇന്നത്തെ ഫേഷ്യൽ കേട്ടോ. അപ്പോൾ നമുക്കിതിനെ മുറിക്കാം. നല്ല പഴുത്ത് നല്ല തുടുത്ത തക്കാളിയാണ് ഇതിൽ, നല്ല പഴുത്ത തക്കാളി. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ താരം. പിന്നെ വേണ്ടത് നമുക്ക് ഇങ്ങനെ ബ്രൂവിൻ്റെ കോഫിപ്പൊടിയാണ് വേണ്ടത്. കാണുന്നില്ലേ? ബ്രൂവിൻ്റെ കോഫിയാണ് വേണ്ടത്. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് നല്ലൊരു സ്ക്രബും പൊടിയും കിട്ടും. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് സ്ക്രബിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല തേനുണ്ട്, തേൻ. അപ്പോൾ ഈ തേൻ വെച്ചിട്ട് ഒരു ക്ലെൻസിങ് ആദ്യം കൊടുക്കാം. ക്ലെൻസിങ്ങിലേക്ക് കുറച്ച് തേൻ മതി കേട്ടോ. അയ്യോ, ഉറുമ്പ് വന്നു കേട്ടോ. കുറച്ച് ഇത്രത്തോളം മതി. കുറച്ച് തേൻ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ആക്കിയാൽ മതി. നമ്മുടെ കയ്യിൽ തേനെടുത്തിട്ട് ഒത്തിരിയോളം ആദ്യം നമുക്കൊരു ക്ലെൻസിങ് കൊടുക്കാം നമ്മുടെ മുഖം നല്ലൊരു സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പാലാണെങ്കിൽ പാൽ, അല്ലെങ്കിൽ ഇതുപോലെ തേനാണെങ്കിൽ നല്ലതാണ് കേട്ടോ. തേൻ ബെസ്റ്റാണ്. അപ്പോൾ ഈ ചൂട് സമയമായതുകൊണ്ട് ചൂടിന് ചെയ്യാൻ പറ്റിയൊരു ഫേഷ്യലാണ്. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. നല്ലൊരു ക്ലീൻസിങ്ങാണ്. ഇത് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സോഫ്റ്റും നല്ലൊരു സുഖം കിട്ടുന്നുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇതൊരു 1-2 മിനിറ്റ് നമ്മളിതിങ്ങനെ ഒരു മസാജ് കൊടുക്കുക. എപ്പോഴും താഴോട്ട് കൊടുക്കരുത്, മുകളിലോട്ട് കൊടുക്കണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു നല്ലൊരു ക്ലീൻസിങ് ഇട്ട് 1-2 മിനിറ്റ് മാത്രം വയ്ക്കുക. അതിനുശേഷം നമുക്കിതൊന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ നിറഞ്ഞൊരു ടവൽ കൊണ്ടാണ് കേട്ടോ തുടച്ചെടുക്കുന്നത്. എപ്പോഴും പോയിട്ട് കഴുകാൻ വേണ്ട. അതുകൊണ്ട് ഒരു 1 മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ നമുക്ക് വെച്ചാൽ മതി. അതിന് ശേഷം നമ്മൾക്ക് ഇതിനെ തുടച്ച് കളയാം. ഇങ്ങനത്തിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടതുകൊണ്ടാണ് വേഗം ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇത് കുറച്ച് സമയം പിടിച്ചിരുന്നാൽ അത്രയും നല്ലതാണ്. ഒരു 2-3 മിനിറ്റ് പിടിച്ചിരുന്നാൽ നല്ലതാണ്. അപ്പോൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾക്ക് നമ്മുടെ ചുണ്ടിനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു എന്താ പറയുക, നല്ല സോഫ്റ്റും കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലെൻസിങ് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു സ്ക്രബാണ് ചെയ്യണത്. നമ്മുടെ തക്കാളീനെ മുറിച്ച് വെച്ച് നല്ല പഴുത്ത സുന്ദരി തക്കാളീനെ
മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിനെ കൊണ്ട് ഇതാ ഇതുപോലെ പഞ്ചസാര എല്ലാം മുക്കുക, നല്ലൊരു സ്ക്രബ് കൊടുക്കുക. സൂപ്പർ സ്ക്രബാണ് കേട്ടോ. പഞ്ചസാരനെ കൊണ്ട് ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ സ്കിന്നെ എങ്ങനെ മാറ്റേണ്ടത് നമുക്ക് വേഗം കണ്ടാൽ തന്നെ മനസ്സിലാവും. നമ്മുടെ ഡ്രസ്സ് മാവാതിരിക്കാൻ നമുക്ക് ഡ്രസ്സിൽ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു ടവലോ തോർത്തോ വിരിച്ച് കൊടുക്കാം, മേലെന്തെങ്കിലും ഇട്ടിട്ട്. എന്നിട്ട് നല്ലൊരു സ്ക്രബ് കൊടുക്കും. സ്ക്രബ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം മറ്റൊക്കെ നമുക്ക് സ്ക്രബ് കൊടുക്കാൻ പാടുള്ളൂ. എപ്പോഴും സ്ക്രബ് ചെയ്യരുത് മുഖത്ത് കേട്ടോ. നല്ലൊരു സ്ക്രബ് ഇന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ നാളെ കല്യാണത്തിന് പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ ഈ ഒരു ഫേഷ്യൽ നല്ലതാണ് കേട്ടോ. നാളെ പെട്ടെന്നൊരു കല്യാണത്തിന് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ നല്ല ഒരു എന്തെങ്കിലും ഒരു ഫങ്ഷനോ പാർട്ടിയോ എന്തെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് ചെയ്യാം. നല്ല മുഖം നല്ല തുടുത്ത് ആപ്പിൾ പോലെ ഇരിക്കും. ചെയ്ത് വെക്കണേ. ഇടയ്ക്ക് ചുണ്ടിലൊക്കെ ആകുമ്പോൾ എടുത്ത് കഴിച്ചോളൂ കേട്ടോ. ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പഞ്ചസാരയും തക്കാളിയും കൂടിയിട്ടാകുമ്പോൾ ഒരു 5 മിനിറ്റോളം ഇതുപോലെ നല്ല മസാജ് ചെയ്ത് കൊടുത്തോ. ഇത് നിങ്ങൾക്ക് കഴുത്തിലും ഇടണം കേട്ടോ. എനിക്ക് കഴുത്തിലിടാൻ പൊതുവേ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. കഴുത്തിലിടാം. മൂക്കിലെ ഡാർക്ക് ഇതുണ്ടാവില്ലേ, കറുപ്പ് ഇങ്ങനെ കുത്ത് അതൊക്കെ ഉണ്ടെങ്കിൽ, വൈറ്റ് ഹെഡ്സ് ഡാർക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അവിടെയൊക്കെ നല്ലോണം ഇട്ട് കൊടുത്താൽ നല്ലതാണ് കേട്ടോ. എൻ്റെ മുഖത്ത് അങ്ങനെ ഡാർക്ക് ഹെഡ്സ് ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ നമുക്ക് ഇത്തിരി ഒരു ഡള്ളായിട്ട് ഇരിക്കുന്നത് കാണുമ്പോൾ വേഗം ഇങ്ങനത്തെ ഒരു ഫേഷ്യലൊക്കെ ചെയ്താൽ മതി വീട്ടിലിരുന്നിട്ട്. അല്ലാണ്ട് പാർലറിലേക്കൊന്നും പോകേണ്ടതായ ആവശ്യമില്ല. പാർലറിൽ പോയിട്ട് നമ്മളെന്തിനാണ് പൈസ കളയുന്നത് വെറുതെ. ഞാനും ബ്യൂട്ടീഷ്യൻ പഠിച്ച ആളാണ്, പക്ഷേ എങ്കിൽ പാർലറിൽ ഞാൻ പോയിട്ട് ഈ വക കാര്യങ്ങളൊന്നും ചെയ്യില്ല കേട്ടോ. എനിക്കിഷ്ടമല്ല. എൻ്റെ മുഖത്ത് പാർലറിൽ പോയിട്ട് ചെയ്യാൻ എനിക്കിഷ്ടമല്ല. ഏതെങ്കിലും കാലത്ത് നമ്മൾ ഇങ്ങനെ ഇന്നത്തെ കാലത്ത് എല്ലാവരും ചെയ്യുന്നില്ലേ എന്നുള്ള ഒരു ഇതിൽ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കാം ഏതെങ്കിലും കാലത്ത്. പക്ഷേങ്കിൽ ഞാനത് ചെയ്യില്ല, എനിക്കിഷ്ടമല്ല. എനിക്ക് എൻ്റെ മുഖത്ത് ഞാൻ തന്നെ ഇങ്ങനെ എന്താ വെച്ചാൽ ഒന്നും എനിക്ക് പറ്റില്ല. ഒന്നാമത്തെ കാര്യം, നമുക്കത് എന്തല്ലോ കുരുവായിട്ട് മുഖത്ത് വരും. ഇതാകുമ്പോൾ നമുക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. പലതരം ക്രീമുകൾ തേക്കണേക്കാളും, ക്രീം തേച്ചിട്ടുള്ള ഫേഷ്യലിനേക്കാളും വീട്ടിലിരുന്നിട്ട് ഇതുപോലത്തെ നാച്ചുറൽ ചെയ്യണതാണ് നല്ലത്. അതാണ് നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം. സത്യമല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. നമ്മുടെ മുഖം ഇങ്ങനെ വീട്ടിലിരുന്ന് ചെയ്യുന്ന ആൾക്കാരുടെ മുഖം പോയിട്ട് ചെയ്യുന്നവരുടെ മുഖം കണ്ടാലറി എൻ്റെ മുഖത്ത് ഒരു കുത്തോ കലയോ ഒന്നുമില്ല കേട്ടോ. ഒരു കുത്തോ അടയാളമൊന്നുമില്ല. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇത് തീരുന്നവരെ നമുക്ക് ചെയ്യാം കേട്ടോ. ഞാൻ ഒരു 1/2 സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുള്ളേ. അപ്പോൾ അത് നല്ലൊരു സ്ക്രബ് കൊടുക്കും. ഇത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമുക്ക് മുഖം ഒന്ന് കഴുകിയിട്ട് വരാം. അപ്പോൾ ഞാനിതിപ്പോൾ പോയിട്ട് മുഖം കഴുകിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ മുഖമൊക്കെ ഒന്ന് കഴുകി എന്നിട്ടൊന്ന് തുടച്ചു. മുഖത്തിങ്ങനെ ഉപ്പിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിന് ശേഷം അടുത്ത് നമുക്ക് വേണ്ടത് നമ്മുടെ കോഫി പാക്കറ്റ്. നമ്മൾക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് കുറച്ച് ലേശം മതി കേട്ടോ. കുറച്ച് ഒരു 1/4 സ്പൂണോളം നമ്മുടെ മുഖത്തിനനുസരിച്ച് കുറച്ചെടുത്താൽ മതി. അങ്ങനെ നമ്മുടെ തക്കാളിപ്പഴത്തിന് വീണ്ടും ഒരു തക്കാളിപ്പഴത്തിൻ്റെ പകുതി കുറച്ചെടുത്ത് വീണ്ടും നമ്മുടെ ഈ കോഫി പാക്കറ്റിൽ മുക്കിയിട്ട് തേച്ച് കൊടുക്കുക. സൂപ്പറാണ് കേട്ടോ കൂട്ടരെ റിസൾട്ട്. നിങ്ങളതൊന്ന് ചെയ്ത് നോക്കി നോക്കണേ. വെറും ആകെ രണ്ട് സാധനങ്ങളെ വേണ്ടു. വളരെ എളുപ്പത്തിൽ ചെയ്യുകയും ചെയ്യാം. നല്ല റിസൾട്ടാണ്. എന്നിട്ട് ഈ തക്കാളീനെ വെച്ചിട്ട് തന്നെ നിങ്ങളിത് ചെയ്തിട്ട് കൈയും മുഖവും കൂടിയിട്ടുള്ള ഒരു വ്യത്യാസം നോക്കി നോക്കണേ. സത്യത്തിൽ നിങ്ങൾ ഞെട്ടിപ്പോവും. അത്രയ്ക്കധികം റിസൾട്ടാണ്.
ഈ തക്കാളീനെ കൊണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യിൽ എടുത്തിട്ടേ ഇതിൻ്റെ ഈ പൾപ്പൊക്കെ ഇട്ടല്ലേ വേസ്റ്റ് ആക്കണ്ട, ഈ നല്ല ഈ തക്കാളിയിലുള്ള പൾപ്പും ഇതൊക്കെ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ആക്കിയിട്ട് നല്ലൊരു മസാജ് കൊടുക്കുക. കിഡിലൻ റിസൾട്ട് പറഞ്ഞാൽ കിഡിലൻ റിസൾട്ട് കേട്ടോ. ഇത് എന്നിട്ട് നമ്മൾ ഒരു 5 മിനിറ്റ് ഉണങ്ങാൻ വയ്ക്കുക. വേറെ നമ്മളിതിൽ പാക്ക് ഇടുന്നില്ല, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾക്ക് പാക്ക് വേണ്ട. ഇത് നമ്മളിപ്പോൾ പെട്ടെന്ന് നമ്മൾ തിരക്കിട്ടിട്ട് ഒരു കല്യാണത്തിന് പോകണം, അയ്യോ ഞാൻ എൻ്റെ മുഖത്തൊന്നും ചെയ്യാൻ മറന്നു പോയല്ലോ, ഇനിയിപ്പോൾ സമയമില്ലാത്ത സമയത്ത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയതാ. ആദ്യം തന്നെ ഒരു മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ തേനെടുക്കുക, മുഖത്ത് തേച്ച് വയ്ക്കുക. അതിനുശേഷം നമ്മൾ അടുക്കളയിൽ പണിയെടുത്തോണ്ടിരിക്കും. ചിലപ്പോൾ ജോലിക്ക് പോകുന്ന അമ്മമാരാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എവിടെയും ഫേഷ്യൽ ചെയ്യാൻ സമയമില്ല, എവിടെയും പോകാൻ സമയമില്ല എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് നേരം വെളുത്ത് നമുക്ക് പെട്ടെന്ന് കല്യാണത്തിന് പോകേണ്ടതാണ്, ഞാൻ എവിടെയും ഇന്ന് പോയിട്ട് ഒന്നും മുഖത്തൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ തിരക്കിട്ടിരിക്കില്ലേ, അവർക്ക് ചെയ്യാൻ പറ്റുക നല്ല കിഡിലൻ പാക്കാണ്. രാത്രി നമുക്ക് ഇസ്ത്രി ഇടുന്ന സമയത്ത് ലേശം നേരം ആ ഒരു തേനെടുത്തിട്ട് ഒന്ന് ഇതാക്കി വെക്കുക. അതിനുശേഷം വേഗം ഒന്ന് പോയിട്ട് തുടച്ച് കളയുക. അതിനുശേഷം അടുത്തത് ഇസ്ത്രി ഇടുമ്പോഴത്തേക്കും അല്ലെങ്കിൽ അടുക്കളയിൽ എന്തെങ്കിലും പണി ചെയ്യുമ്പോഴത്തേക്കും വേഗം ഒരു തക്കാളി എടുത്തിട്ട് ലേശം പഞ്ചസാര ഇട്ടിട്ട് വേഗം ഒരു സ്ക്രബ് ചെയ്യുക. അതിനുശേഷം നമുക്കൊരു മസാജും ഈ നമ്മുടെ കോഫി പൗഡർ ഇട്ടിട്ട് തക്കാളിയിൽ ഇങ്ങനെ മുക്കിയിട്ട് അടിപൊളി ഒരു മസാജും കൊടുത്താൽ സൂപ്പറായിരിക്കും. വേറെ ഒന്നും ചെയ്യണ്ട, പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു പേസ്റ്റാണ്. ഇത് ഭയങ്കര ജ്യൂസി ആയിട്ടിരിക്കുന്നത് കൊണ്ട് ഉണങ്ങില്ല അങ്ങനെ കേട്ടോ. അപ്പം നമുക്ക് സമയത്തിനനുസരിച്ച് പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ചുണ്ടിൽ നല്ലോണം തേച്ചോട്ടെ. നല്ലൊരു ചെറിയൊരു കയ്പ്പ് കണ്ടോ, കോഫി ആയതുകൊണ്ട് ബ്രൂ കോഫി ആകുമ്പോൾ ലേശം കയ്പ്പ് കൂടും. ഇത് നല്ലോണം ചുണ്ടിൽ ഇങ്ങനെ തേക്കുക. പണി കഴിഞ്ഞു. ഇനി നിങ്ങൾക്കൊരു 5 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് സമയമുള്ളതിനനുസരിച്ച് ഇത് നിങ്ങൾക്ക് എത്ര സമയം വേണമെങ്കിലും വെക്കണോണ്ട് കുഴപ്പമില്ല. ഇത് വെച്ചിട്ട് നിങ്ങൾ അടുക്കളയിൽ പണിയെടുത്തോളൂ. അല്ലെങ്കിൽ നാളേക്ക് പോകാനുള്ളത് ഇസ്ത്രി ഇടാറുണ്ടെങ്കിൽ വേഗം ഇസ്ത്രി ഇട്ട് വെച്ചോ. എന്നിട്ട് കിഡിലൻ ആയിട്ട് ഒന്ന് ഐസ് വാട്ടറിൽ നല്ല ഒന്ന് മുഖം ഒന്ന് കഴുകി കഴിഞ്ഞാൽ നമ്മുടെ കല്യാണത്തിനോ എവിടെ പോകാനാണെങ്കിലും സൂപ്പർ. ഇപ്പോൾ ഒരാഴ്ച നമ്മളിപ്പം ജോലിക്കൊക്കെ പോണവരാണെങ്കിൽ സൺഡേ ലീവായിരിക്കുമല്ലോ, അവർക്കൊക്കെ ഇത് പെട്ടെന്ന് ചെയ്തിട്ട് നാളെ നേരം വിളക്കുമ്പോഴത്തേക്കും പുതിയൊരു സുന്ദരിയായിട്ട് വീണ്ടും സുന്ദരിയായിട്ട് പോവാം. പിന്നത്തെ ആഴ്ച ഇതേപോലെ തന്നെ ചെയ്യാം. പിന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ ഈ പഞ്ചസാര ആയാലും നമ്മൾ അരിപ്പൊടിയിലായാലും സ്ക്രബ് ചെയ്യുമ്പോൾ ആഴ്ചക്ക് ഒരു ദിവസം ചെയ്താൽ മതി. നമ്മൾ ഈ തേനിൻ്റെതും കോഫീൻ്റെതും തേനിനിട്ടിട്ടുള്ള ആ ഒരു ക്ലെൻസിങ്ങും പിന്നെ ആ ഒരു മസാജിൻ്റെ കോഫിയിലിട്ടുള്ള മസാജും നിങ്ങൾക്ക് ദിവസം ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് കഴുകിയിട്ട് വരാം. മുഖമൊക്കെ കഴുകി ഞാൻ തുടച്ചിട്ടില്ല, നിങ്ങളുടെ മുന്നിൽ തന്നെ തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ദേ കണ്ടു മുഖത്തുള്ള മാറ്റം. ഇത് ഏത് ഫേഷ്യലായാലും എന്തായാലും നമ്മൾ പാർലറിൽ പോയിട്ടായാലും നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോഴായാലും ഒറ്റയടിക്കൊന്നും റിസൾട്ട് ഉണ്ടാവില്ല. പക്ഷെ എനിക്കിത് റിസൾട്ട് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിപ്പോൾ 2ാമത്തെ പ്രാവശ്യമാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ ഇത് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിത് ഒരുക്കി ഇട്ടതിന് ശേഷം നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വീണ്ടും ഇട്ടത് കൊണ്ടാണ്. ഇന്നല്ലാട്ടോ ഇട്ടിട്ടുള്ളത്, ഞാനത് 2-3 ദിവസം മുന്നേ ഇട്ടിട്ട് നോക്കിയിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ കണ്ടല്ലോ, ഇപ്പോഴാണ് ഞാനൊന്ന് മുഖം തുടയ്ക്കുന്നത് കേട്ടോ. കഴുകി മുഖം തുടച്ച്, ഇതാണ് ഇതിൻ്റെ റിസൾട്ട്. ഇപ്പോൾ എങ്ങനെയുണ്ട്, വിശ്വാസമായോ? അപ്പോൾ ഈ പാക്ക് നിങ്ങളിട്ട് നോക്കുക. എന്നിട്ട് സുന്ദരി കുട്ടിക്കിതാ, എനിക്ക് തന്നെ ഒരു അതിശയം കേട്ടോ. അപ്പം ഞാൻ തന്നെ നോക്കുക തന്നെ, സൂപ്പറായിട്ടുണ്ടല്ലേ. നല്ല നല്ല നിറം, നല്ല നിറമല്ല, നല്ലൊരു ഗ്ലോ. അല്ലാണ്ട് ഫുൾ പെട്ടെന്ന് നിറമൊന്നും വയ്ക്കില്ലല്ലോ ആരും. നല്ലൊരു സോഫ്റ്റ്, ഭയങ്കര സോഫ്റ്റ് ഉണ്ടല്ലേ, നല്ല സോഫ്റ്റ്, നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൽ നിന്നുള്ള മാറ്റം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കമൻറ്റ് തരണേ, ലൈക്കും തരണം. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ.